ഗസയിലെ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയ വർഷം മുതൽ വലിയ പ്രതിഷേധമാണ് യൂറോവിഷനിലുണ്ടായത്. ഇസ്രായേലിനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. ഇത്തവണ വിയന്നയിൽ നടന്ന പരിപാടിയിൽ ബഹിഷ്കരണം ഒന്നുകൂടി കനത്തു. ഇസ്രായേലിനെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം യൂറോവിഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. അയർലൻഡ്, നെതർലൻഡ്സ്, സ്ലോവേനിയ, സ്പെയിൻ, ഐസ്ലൻഡ് എന്നീ 5 രാജ്യങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറി. 2000-ലധികം കലാകാരന്മാർ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത് തുറന്ന കത്തെഴുതുകയും ചെയ്തു. ഇസ്രായേൽ ഫലസ്തീനിൽ വംശഹത്യ നടത്തുമ്പോൾ യൂറോവിഷൻ സമാധാനത്തിൻ്റെ വേദിയാണ് എന്ന് പറയുന്നത് വലിയ കാപഢ്യമാണ് എന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനുള്ള ഇസ്രായേലിൻ്റെ ആർട്ട് വാഷിംഗ് പരിപാടിയാണ് ഇതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇത്രയും വലിയൊരു സജീവ ബഹിഷ്കരണം യൂറോവിഷൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തങ്ങളുടെ സോഫ്റ്റ് പവർ പ്രകടിപ്പിക്കാനുള്ള ഉപകരണമായി ഈ യൂറോവിഷനെ ഉപയോഗിക്കുകയാണ്. മാസ് വോട്ടിംഗ് ക്യാമ്പയിനുകളിലൂടെ മത്സര ഫലത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇത്തവണ ഇസ്രായേൽ ഗായകൻ്റെ സെമിഫൈനൽ പ്രകടനത്തിനിടെ കാണികൾക്കിടയിൽ നിന്ന് തന്നെ വംശഹത്യ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പരിപാടിക്കെത്തുന്ന ആരാധകരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി. സാധാരണ ഫൈനലിന് ടിക്കറ്റുകൾ ആഴ്ചകൾക്ക് മുമ്പേ വിറ്റുപോകും. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഫൈനലിലെ ടിക്കറ്റ് അവസാന ദിവസം പോലും പൂർണ്ണമായും വിറ്റുപോയില്ല എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. യൂറോവിഷൻ ബഹിഷ്കരിച്ച രാജ്യങ്ങൾ ആ സമയത്ത് ടെലിവിഷനിൽ മറ്റു പരിപാടികൾ സംപ്രേഷണം ചെയ്തു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. സ്ലോവേനിയ ഫലസ്തീൻ്റെ ശബ്ദങ്ങൾ എന്ന പേരിൽ ഡോക്യുമെൻ്ററികളാണ് ആ സമയത്ത് രാജ്യത്തെ ഒന്നാകെ കാണിച്ചത്. ഈ 5 രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയ വലിയ പ്രതിഷേധങ്ങളുടെ ഫലമായാണ് സർക്കാരുകൾക്ക് യൂറോവിഷൻ ബഹിഷ്കരിക്കേണ്ടി വന്നത്. ജനങ്ങളുടെ ഈ കൂട്ടായ പ്രതിഷേധങ്ങൾ സർക്കാരുകളെ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വലിയ ശക്തിയുള്ളതാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ യൂറോവിഷൻ അധ്യായം.